അളി വിളിച്ച എല്ലാം കൂടെ കാടളകി ഇറങ്ങി വരും. ഫോൺ വിളിക്കാം. അമ്മടി അളിയോ, എവിടെ അളിയാ? വീട്ടിലാണെന്ന് എനിക്കറിയാം, ഞാനും ഇവിടെ തന്നെ ഉണ്ട്. അളിയൻ എവിടെ, ഏത് റൂമിൽ എന്നാണ് ഞാൻ ചോദിച്ചത്. ഓക്കേ, നേരെ ഇങ്ങ് പുറത്തോട്ട് വാ. അടുത്ത ആരുമില്ലല്ലോ. അപ്പം നേരെ ഇങ്ങ് പുറത്തോട്ട് വരും. പുറത്തുനിന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ മാവിൻ്റെ വീട്ടിൽ ഓയ്, ഫ്രണ്ടിലത്തെ മാവ്. ഓയ്, വണ്ടി വെക്കണ സ്ഥലം. ശരി, ബാ കേട്ടോ. പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവണമെങ്കിൽ ഒന്നൊരാഴ്ച പിടിക്കും. രാജ കാങ്ങുന്നുണ്ട്. അളയാ പിന്നെ ഒന്നുമില്ലല്ലോ, ഞാൻ നിന്റെ അളിയനല്ലേടാ. ഇച്ചിരി ബഹുമാനമൊക്കെ താടാ. നീ വിളിച്ചു, അത് വേണ്ടാട്ടാ. എന്താണ് എന്താടാ വെയിലുണ്ടാ? നല്ല വെയിൽ. ചൂടുണ്ടാ? നല്ല ചൂട്. കുളിക്കാൻ മൂടണ്ടാ? ഞാൻ ഓൾറെഡി കുളിച്ചാടാ. ഇത് ഷവറിലെ വെള്ളം അതല്ല, നല്ല നല്ല തണുത്ത് കിടക്കണ വെള്ളത്തില് ഗുമ്മന ചാടി ഗുമ്മന എണീക്കാൻ മൂടുണ്ടാന്നാണ് ഞാൻ ചോദിച്ചത്. തണുത്ത വെള്ളത്തിൽ ഇപ്പൊ ഇവിടെ പറവട ചാടാനാ? തണുത്ത വെള്ളത്തിൽ ചാടി മൂട് വരുത്താനാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ പോവാനല്ല. ഈ കാര്യം പറ, എനിക്ക് മനസ്സിലാവണില്ല. നമ്മുടെ കൊച്ചിന് നല്ല സൂപ്പർ സ്ഥലമുണ്ട്. ഇത് എവിടെ സ്ഥലം? ഇവിടെ തൊട്ടടുത്ത് തന്നെ. തൊട്ടടുത്ത് പറഞ്ഞാൽ ഒരു 12 കിലോമീറ്റർ. 12 കിലോമീറ്റർ ഉണ്ടോ? അത്ര ഉള്ളടിയാ. പക്ഷെ സ്ഥലം വെറുത്താണ്. സൂപ്പർ കുളം. സ്ഥലത്തിന്റെ പേരെന്തുവാ? നമ്മളീ പോണ സ്ഥലത്തിന്റെ പേര് വെറ്റിലക്കുളം. വെറ്റിലക്കുളോ? സൂപ്പർ കുളമുള്ളിയാ. വെറ്റിലക്കുളം അല്ലേ? വെറ്റിലക്കുളം വെറ്റിലയുടെ ഷേപ്പില്ല, പക്ഷെ എന്നാലും സൂപ്പറാണ്. അവിടെ പണ്ട് ഇഷ്ടം പോലെ വെറ്റില ഉണ്ടായിരുന്നു ഈ കുളത്തിന്റെ ചുറ്റിനും. അങ്ങനെയാണ് ഇതിന് വെറ്റിലക്കുളം എന്ന് പേര് വന്നത്. ആരൊക്കെ പോകും നമ്മള്? ആരൊക്കെ പോണെന്ന് വെച്ചാൽ നമുക്ക് രണ്ടുപേർക്കും പോയാൽ പോരെ. നമുക്ക് രണ്ടുപേർക്കും ആണെങ്കിൽ പോയിട്ട് അടിച്ചു പൊളിച്ചിട്ടൊക്കെ വരാം. അതൊരു പൊളിയായിരിക്കും. നമുക്കേ ഒരു കാര്യം ചെയ്യാം, ലച്ചൂസിനെയും കൂടെ കൂട്ടാം. ചേച്ചി അവള് വരട്ടാ. എടാ, നമ്മളിപ്പോ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോയി കുറച്ചു നേരം കഴിയുമ്പോ തിരിച്ചു വന്നെന്ന് വെച്ചോ, വെറുതെ എന്തെങ്കിലും ഒരു വഴക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വെറുതെ എന്തിനാടാ വള്ളി പിടിക്കാൻ പോകുന്നത്? ലച്ചൂസിന്റെ സ്വഭാവം നിനക്ക് കൃത്യമായിട്ട് അറിയാവുന്നല്ലേ? ഉറപ്പായിട്ട് എവിടെ പോയെന്ന് ചോദിക്കും. അതെ, കളിയും കള്ളത്തരം പറയും. അതെ, ചേച്ചി കണ്ടുപിടിക്കും, കുണിച്ചെടുത്ത് കുമ്പിട്ടിടിക്കുകയും ചെയ്യും. അങ്ങനെയില്ല, ഉറപ്പായിട്ട് പിടിക്കും. അവളെയും കൂട്ടാം. എന്നാ പിന്നെ ചേച്ചിയും കൂട്ടാം. ഓക്കെ, നൈസിൽ ആരും അറിയാതെ ചേച്ചിയെ മാത്രം കൂട്ടണം. ഓക്കെ, നേരെ ചെന്നിട്ട് കയറി വിളിച്ചളേ. പിന്നെ അവളെ വിളിച്ച കാര്യം പറയണ്ടേ? വിളിച്ച കാര്യം പറഞ്ഞിട്ട് എല്ലാവരോടും ഫാമിലി ആയിട്ട് കറങ്ങാൻ പോണോ? പിന്നെ അളയാ, നമ്മള് നൈസില് ഒരു കള്ളം പറഞ്ഞ് എല്ലാരും കൂടെ അല്ല, നമ്മളെ 3 പേരും കൂടെ ആണേ പോകുന്നേ. ആണേ ഇങ്ങനെ കിടന്ന് വിളിച്ച ആര് വരും? എല്ലാരും വരും. അപ്പൊ എന്താവും? ലെവൽ എവിടെ? അയ്യടാ, പാട്ട് കേട്ടോണ്ടിരിക്കണം. ആരും വന്നില്ലല്ലോ. ഒറ്റ കാര്യം ചെയ്യണം, ഓടി ചെല്ലുന്നു. നിശ്ചയിച്ച് എവിടെ ഇരിക്കണേ? അങ്ങനെ. ഓക്കെ, മക്കൾ ഓടി ചെല്ലുന്നു, ലച്ചു ചേച്ചി വിളിക്കുന്നു, വരുന്നു. അലറി കിടന്ന് വിളിക്കല്ലേ. അമ്മൂമ്മ കനകാന്റെ ഒന്നും കേൾക്കാൻ പാടില്ല. ഓക്കെ, എന്തോ പരിപാടി? ഞങ്ങള് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി പോകും. കറങ്ങാനല്ല മക്കളെ, ഇവിടെ തൊട്ടപ്പുറം വരെ പോയിട്ട് ഒന്ന് കറങ്ങിയിട്ട് ഇപ്പിങ് വരും. അങ്ങനെ അതാ ഉദ്ദേശിച്ചത്. മക്കള് ചെന്ന് ലച്ചു ചേച്ചി വിളിച്ചോണ്ട് വന്നാ പോയെ. ഓടി ഏത് സമയത്തല്ലേ ഇങ്ങനെ പറയണേ? അറിയാതെ പറ്റിപ്പോയെന്നാ? ആ കുട്ടിക്കൊരിപ്പടി ഞാൻ കൂടെ വരണമെന്ന് പറഞ്ഞ
വരണം പറഞ്ഞ എന്ത് ചെയ്യും? രാജി. അല്ല നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല, കൊച്ചുകുട്ടിയല്ലേ, റിസ്ക് അല്ലേ? പിന്നെ റിസ്ക് എന്ന് പറഞ്ഞാൽ അത്ര വലിയ റിസ്ക് ഒന്നും അല്ല. ഇനിയിപ്പോ അവളെ കൊണ്ടുവരികാനും പറ്റത്തില്ല. ഓക്കെ, ആലോചിക്കാം. അതൊക്കെ പറഞ്ഞാൽ മതിയല്ലോ, ആലോചിക്കുക. എന്താ അതൊക്കെ എന്താ സിധു? ലച്ചുസേ നമുക്കേ പാറൂസേ അളിയാ ഒരു ഹെൽപ്പ് ചെയ്യൂ. ആ കിച്ചന്റെ ഡോറിന്റെ അവിടെ പോയി നിന്നിട്ടേ ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്നുള്ള ഇൻഫർമേഷൻ ഒന്ന് പാസ് ചെയ്യാൻ പറ്റുമോ? ചക്കരയാണേ, പോയി അവിടെ നിന്ന് കേട്ടോ. പാറനെ കൊണ്ട് അത് പറ്റും. സൂപ്പർ ഐഡിയ. അവളെ പറഞ്ഞോട്ട് എന്തുകൊണ്ട് നന്നായി. ചേച്ചി എനിക്ക് മനസ്സിലായി എവിടോ കറങ്ങാൻ പോകാനുള്ള പരിപാടിയാണെന്ന്. എന്നെ കൂട്ടില്ലെങ്കിൽ ഞാൻ അമ്മൂമ്മ എടുത്ത് പറയും. അമ്മൂമ്മ കൂട്ടാം നിന്നെ കൊണ്ടുപോവാം. പ്രശ്നം കഴിഞ്ഞില്ലേ? കൊണ്ടുപോകും. പോയിരിക്കും. എവിടെ കൊണ്ടുപോണ കാര്യം പറയണേ. ഒരു മിനിറ്റ്. എന്താ ലച്ചുസേ ഇപ്പൊ പൊതുവെ മൊത്തത്തിൽ ചൂടാണല്ലോ, അപ്പം ഇവന്റെ ഒരു പ്ലാൻ ഇവിടെ അടുത്തൊരു കുളത്തില് കുളിക്കാൻ പോവാ. കുളത്തിലാ? ഏത് കുളം? ഇവിടെ വയറ്റിലൊരു കുളം. വയറ്റിലേത് കുളം? വയറ്റിലെ കുളം അല്ല, വയറ്റിലെ കുളം ഇത് പിറവം. പെറോ? ആ മറ്റേ പിറവത്തിനടുത്ത്. നീ ഇതല്ലല്ലോ നേരത്തെ പറഞ്ഞേ. വെറ്റിലെ കുളം പിറവത്തിനടുത്തുള്ള. ആ വെറ്റിലെ കുളം. അത് നമ്മുടെ പാഴൂരടുത്താണ് ആ കുളം. അത് തന്നെ ചേച്ചി. അവിടെ പോവാനാ? ഓ അല്ല പക്ഷെ അമ്മൂമ്മ പ്രശ്നം ഉണ്ടാക്കൂലേ? ഉറപ്പായിട്ടും പ്രശ്നം ഉണ്ടാക്കും ചേച്ചി. ഈ പുഴ, കടല്, കുളം ഇതിലെവിടെ നമ്മൾ പോയാലും അമ്മൂമ്മയ്ക്ക് പ്രശ്നമാണ്. അമ്മൂമ്മയെ കുറ്റം പറയാൻ പറ്റില്ല, പേടിച്ചിട്ടാ. അതുകൊണ്ട് കള്ളം പറഞ്ഞിട്ട് വേണം പോവാൻ. കള്ളം പറയാനാ? അയ്യോ, അമ്മൂമ്മയുടെ അടുത്ത് കള്ളം പറയാന്നൊക്കെ പറഞ്ഞ. അയ്യോ, കള്ളം പറയാത്തൊരു കൊച്ച് நீங்க எல்லாரும் இங்க நிக்கிறீங்களா? ഞങ്ങളിങ്ങനെ ഓരോ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരിക്കുവായിരുന്നേ. കനാന്റെ അടുക്കള എന്തായിരുന്നു പരിപാടി? மீன் குழம்பு வைக்கிறோம். മീൻ കുളമ്പേ തേങ്ങ അരച്ചാണോ വെക്കുന്നേ? வைக்கல, சித்துக்கு என்ன பிடிக்குமோ அந்த மாதிரி செய்யலாம். അയ്യോ, സിധുരെല്ലാം പിടിക്കും. ആന്റി പറ്റുവാണെങ്കിൽ 2 മീൻ വറക്കണേ. வறுக்கலாமே, அதுக்கு என்ன? പിന്നെ ആന്റി ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞങ്ങളിപ്പോ ഞങ്ങള് ചെമ്പുമുക്ക് വരെ ഒന്ന് പോവേ. ചെമ്പുമുക്കാ? എതുക്ക്? സിധുവിന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ. അതെ അതെ, എനിക്ക് എന്റെ ഫ്രണ്ടിനെ ഒന്ന് കാണായിരുന്നു. അല്ല ഇപ്പൊ എന്തിനാ പോന്നേ? അല്ല, കൊറേ നാളും കൊണ്ട് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്ക. ഇപ്പൊ പിന്നെ ഞാനും സിധു ഇവിടെ ഉണ്ടല്ലോ, അപ്പൊ പിന്നെ പോയിട്ട് വരാന്ന് വിചാരിച്ച്. അതെ അതെ അതെ, എന്നാ പിന്നെ നമുക്ക് പോയാലോ? ഇറങ്ങാല്ലേ? പാറൂസിനെ കൂടെ കൂട്ടിയേക്കാം അല്ലേ? പാറൂസിനെ. അതെ. അപ്പൊ ശരി, നീ ഇറങ്ങണോ? അല്ല, ഞാൻ അപ്പുറം വരാൻ പറ്റപ്പോ. എടാ, നീ ഇതോടെ പോന്നു? കോളേജിൽ പോണ്. ഈ വേഷത്തിലോ? ഡ്രസ് കോഡ്. ഡ്രസ് കോഡ് അമ്മൂമ്മ. നമ്മളെ സ്പെഷ്യലായിട്ട് നമ്മുടെ പയ്യന്മാരെല്ലാവരും ഇതേപോലെ പച്ച മുണ്ട്, നീല ഉടുപ്പ്. അതുകൊണ്ട് നമ്മൾ വെറൈറ്റി ആയിട്ട് വേറൊരു പുള്ളി വിളിക്കാൻ പോണ്. ശരിക്കും? പിന്നെ ഇതിനൊക്കെ ഞാൻ കള്ളം പറയണ അല്ലേ ചേച്ചി? എന്നാ പോയിട്ട് വരാ. ചേച്ചി അളിയാ പോയിട്ട് വരേ. ഞാൻ എടുത്തിട്ടുണ്ട്. അമ്മൂമ്മ ശരി, പോണേ. ബൈ. എന്നാ പിന്നെ നമുക്കും ഇറങ്ങിയാലോ? ഞങ്ങൾ ഇറങ്ങട്ടെ. നിങ്ങൾ പെട്ടെന്ന് ഇതെന്തിനാ പോന്നേ? അതല്ലേ പറഞ്ഞേ, നമ്മള് വെറുതെ ഇരിക്കുവാണല്ലോ അമ്മൂമ്മ. അപ്പൊ പിന്നെ എല്ലാരും നമുക്ക് 3 പേരും കൂടെ പോയിട്ട് വരാൻ. மத்தியானம் சாப்பிடுறதுக்கு வருவீங்களா? അതിന്റെ കാര്യം നമുക്ക് ആലോചിക്കാം ആന്റി. എന്നാ പിന്നെ പാറു, സിധു ഇറങ്ങ്, ഞാൻ ഫോൺ എടുക്കട്ടെ. അല്ല, നിങ്ങൾ ഈ വേഷത്തിലാന്നോ പോന്നേ? അതെ, അത് സിധുവിന്റെ ഫ്രണ്ട് ഭയങ്കര ഒരു സിമ്പിൾ മനുഷ്യനാണ്. അപ്പൊ നമ്മളിങ്ങനെ അടിപൊളിയായിട്ട് ഗെറ്റപ്പിലൊക്കെ പോകുമ്പോഴത്തേക്കും അവരെന്ത് വിചാരിക്കും? മോശമല്ലേ, ജാടയാന്ന് വിചാരിക്കില്ലേ? പോട്ടെ, ബൈ ബൈ. പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ അങ്ങ് തീരുമാനിക്കും, പിന്നെന്തോ ചെയ്യാൻ പറ്റും? നമ്മളെന്തോ നോക്കിക്കൊണ്ടിരിക്കുവാ? അടുക്കള ചെന്നേ നമ്മുടെ പണിയെല്ലാം തീർത്ത് വെച്ചിട്ട് ഭക്ഷണവും കഴിച്ചിട്ട് നമുക്ക് കയറി കിടന്നൊന്ന് മയങ്ങാം. ബാ. അയ്യോ, ഒരു വിധത്തിലാണ് അമ്മൂമ്മയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നത്. പൊന്നേച്ചി, അമ്മൂമ്മയും കുറ്റം പറയാൻ പറ്റൂല. നമ്മൾ ഈ സ്ഥിരം പത്രത്തിലും ന്യൂസിലും ഒക്കെ കാണുന്നല്ലേ, പിള്ളേര് കുളത്തിൽ കുളിക്കാൻ ഇറങ്ങി അപകടം പറ്റിപ്പോയി.
പിന്നെ പുഴ കുളിക്കാൻ ഇറങ്ങി ഒഴുക്കി പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കേട്ടിട്ടുള്ള ടെൻഷനാ. അത് പറഞ്ഞപ്പോഴാണ് എല്ലാവരുടെ അടുത്തും കൂടെ ഞാൻ ഒരു കാര്യം പറയാം. കുളത്തിലേക്കാണ് പോണത്, വെള്ളത്തിൽ കിടന്ന് പരാക്രമം കാണിക്കരുത്. പ്രത്യേകിച്ച് പാറു, നീ പറയുന്ന എന്താന്ന് വെച്ചാ അത് കേട്ടോളണം, കേട്ടല്ലോ? നീയും ചേച്ചി ഓക്കെ പോവാം. ചേച്ചി ചേച്ചിക്കുള്ള ഡ്രസ്സ്, പാറുവിന് നിനക്കുള്ള ഡ്രസ്സ് എല്ലാം എടുത്തിട്ടുണ്ട്, കേട്ടല്ലോ? നീ അടാ അനിയൻ, നീ നടക്ക. നീ നീ സമ്മറൊക്കെ അടിക്കോളിയാ? ഇല്ലടാ, അങ്ങനെ ഇട്ടോക്ക്. അതുകൂടി ഒരു തുരുത്തിൻ ഇരുൾ വരമ്പിൽ കുഞ്ഞിച്ചിരിച്ചേലേഴും പുലരി പോലെ. നല്ല സ്ഥലല്ലേ? ഈ സ്ഥലം കാണാൻ വേണ്ടിയല്ലേ മക്കളെ ഞാൻ പറഞ്ഞത് ഓട്ടോ ഒന്നും പിടിക്കണ്ട, നടന്ന് ഇതുവഴി പോവാന്ന്. ഓട്ടോ പിടിച്ചാൽ വലിയ കുളത്തിനടുത്ത് വരെ ചെല്ലും, പക്ഷേ ഈ സ്ഥലം ഒന്നും അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റൂല, അല്ലേ ചേ? അളിയാ, അളിയന് ഈ സ്ഥലമൊക്കെ കൃത്യമായിട്ട് അറിയാല്ലേ? അത് പിന്നെ നമ്മൾ എത്ര ഉണ്ട് വന്നേക്കണ്. അല്ലടാ, ഈ വഴിയിൽ ഓട്ടോ കിട്ടുവോ? ഈ വഴി കിട്ടൂല, മെയിൻ റോഡിൽ പോണം. എന്തൊക്കെ പറഞ്ഞാലും 3 മണിക്കുള്ളിൽ നമ്മൾ വീട് പിടിക്കണം. 3 മണിക്ക് മുമ്പ് വീടൊക്കെ പിടിക്കാം, പക്ഷെ വെള്ളത്തൊരു 1 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞാ ഒന്നും ഇല്ല. നീ നടന്നേ. അളിയാ, കൊള എവിടാ? കൊളം അവിടെയാ. അവിടാ? ആ നടാ. ഈ വഴിക്കാ? ഈ വഴിക്കും പോവാ. ചേരിൽ നിന്ന് പൊന്താണ് ചെന്താമരപ്പൂവൊന്ന്, ചേല് കണ്ട് ചേരിടം കായലായി നിറയാണ്. രണ്ട് തോഴ ഒന്നിച്ചേ തോടൊന്ന് തോഴയാണ്. ഇതാണ് വെറ്റിലക്കുളം. അയ്യോ എപ്പടി? പൊളി, നല്ല തെളിഞ്ഞ വെള്ളം, എന്താ വൈബ്. അല്ലയാ, സംഭവം എന്താന്ന് വെച്ചാല് അടി കൂടെ നല്ല സൂപ്പർ ഊറ്റുണ്ട്, അതേപോലെ തന്നെ വെള്ളം കേറി കഴിഞ്ഞതോ ആ ചാലി കൂടെ നേരെ അങ്ങ് പോവുകയും ചെയ്യും. അങ്ങനെ ഫിൽട്ടർ ആയിക്കൊണ്ടിരിക്കും. അതെ, എല്ലാരും സമയത്തിന്റെ കാര്യം ഒന്ന് ഓർമ്മ വെക്കുന്നത് വളരെ നല്ലതാണ്. സമയം സമയം സമയം. ചേച്ചിക്ക് പോകണമെങ്കിൽ ചേച്ചി പൊക്കോ. ഒരു സ്ഥലത്ത് വരുന്നത് അടിച്ചു പൊളിക്കാനാ. ചേച്ചി ഫുൾ ഡാർക്കാ. നീ ചൂടാവണ എന്തിന്? കണ്ടടാ, വീട്ടിൽ വെച്ച് എന്തൊക്കെയായിരുന്നു കൂടെ വരാൻ വേണ്ടി, ഇപ്പൊ അവള് സ്വഭാവം മാറിയത് കണ്ടോ? என்னம்மா இங்கே பார்த்துட்டு இருக்கீங்க? അല്ല, പിള്ളേര് ഉച്ചക്ക് കഴിക്കാൻ വരുമോ എന്തോന്ന് അറിയത്തില്ലല്ലോ. அம்மா அவங்க எல்லாம் வருவாங்க, நீங்க வருத்தப்பட வேண்டாம். நான் கிச்சன்ல எல்லா வேலையும் முடிச்சாச்சு. பாத்திரம் விளக்கியாச்சு, குழம்பு வச்சாச்சு, மீன் പൊരിച്ചാச்சு, எல்லாமே ரெடி. എന്നാലും ലച്ചു ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. കേശു ആണെങ്കിൽ കോളേജിലെന്നും പറഞ്ഞുകൊണ്ടും പോയി. പക്ഷെ കേശു ഊണിൻ്റെ സമയമായ കോളേജിൽ പരീക്ഷയാന്ന് പറഞ്ഞാലും ഊണ് കഴിക്കാതെ അവനെങ്ങും പോകത്തില്ല. அவன் அப்படிதானே அம்மா, அவனுக்கு பரீட்சைன்னா என்ன, கரெக்டா அந்த சாப்பிடுற நேரம் ஆச்சா ஓடி வருவான். அதனால இப்ப வருவான் அம்மா. ലച്ചുവിൻ്റെ കൂടെ പാറു ഇറങ്ങിപ്പോയി. ആ കൊച്ചു കണ്ണുമട്ടത്തുനിന്ന് പോയി കഴിഞ്ഞാലേ എന്തോ പോലെ. ലച്ചുവിനെക്കാട്ടി ഭയങ്കര ദേഷ്യമാണ്. എന്നാലും ഉണ്ടല്ലോ ചില നേരത്തെ ഈ കൊച്ചു വായിലെ വലിയ വർത്താനം ഉണ്ടല്ലോ, അതൊക്കെ കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. எனக்கு ரொம்ப பிடிக்கும்மா. എന്നാ ഉണ്ടല്ലോ എനിക്ക് അവളെ ഭയങ്കര പേടിയുവാ. ஆனா அவளுக்கு யாரையும் பயம் இல்லை, எல்லார்ட்டையும் ரொம்ப பாசம்தான். ആരുടെയാ കൊച്ചുമോള്? சோழர்த்தல பவானியோட.
அந்த சம்பவம் மட்டும் கிடைக்காம இருந்தா நல்லது. എന്തോന്ന് എന്തോന്ന് ஒண்ணும் இல்ல, நான் பாரு என்ன சாப்பிடாம வராம இருக்கான்னு நினைச்சேன். ഉരുളണ്ട ഉരുളണ്ട. കണകം കണകം, നീ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. അതെ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയണം കേട്ടാ. அப்படின்னா நான் முகத்தை பார்த்து ஒரு விஷயம் சொல்லட்டா? ചൊല്ലിയാട്ടെ. உங்களுக்கும் பாசம் இருக்கு, பாருக்கும் பாசம் இருக்கு. உங்களுக்கும் நல்ல கோவம் இருக்கு, பாருக்கும் ரொம்ப நல்ல கோவம் இருக்கு. ஆனா பாரு கோவப்படுறதுக்கு ஒரு காரணம் இருக்கும், நீங்க கோவப்படுறதுக்கு காரணமே இருக்காது. ആഹാ, കൊള്ളാവല്ലോ മധുരക്കാരി. ആ, നീയേ മധുരക്കാരിയാണെങ്കിലേ ഞാനേ ചോണറത്തലക്കാരിയാ. എനിക്ക് കാര്യങ്ങൾ പറഞ്ഞാലൊക്കെ മനസ്സിലാവും, കേട്ടാലും കേട്ടാ. ആ, ഈ പിള്ളേര് എന്തോ എടുത്തോണ്ടിരിക്കുവാന്നോ എന്തോ. നിറനാഴി പൊന്നി മണലാരിൻ നെല്ലിൽ മണ്ണ് തെളിയുന്നേ. നിറനാഴി പൊന്നി മണലാരിൻ ഞാനല്ലെന്ന് അത് ചിലപ്പോ മീൻ തോണ്ടി വരും. അളിയാടാ, ഇതുപോലത്തെ ഒരു കുളത്തിലൊക്കെ കുളിച്ചിട്ട് എത്ര വർഷമായെന്നൊരു പിടി ഉണ്ടോടാ നിനക്ക്? ചേച്ചി കുളിച്ചിട്ടേ വർഷങ്ങളായി. ആളെ എന്തേ നൊക്ലാശി അടിക്കുന്നു? அம்மா, அம்மா தூங்கிட்டீங்களா? ഞാൻ ചുമ്മാ ഒന്ന് കിടന്നതാ. அம்மா நீங்க இனியும் சாப்பிடவே இல்ல. എനിക്ക് വിശപ്പില്ല. பசிக்கலையா? மணி என்னாச்சு தெரியுதா? 2 மணி ஆச்சு. 2 மணிக்குள்ள நீங்க 2 பிடி சோறாவது சாப்பிடுவீங்கல்ல. இன்னைக்கு என்னாச்சு உங்களுக்கு? ഓ, പിള്ളേര് വന്നിട്ട് എല്ലാരും കൂടി ഇരുന്ന് കഴിക്കാന്നേ. பிள்ளைங்க வருவாங்கம்மா, இப்ப நீங்க வந்து சாப்பிடுங்க. ഓ, അവരില്ലാത്തത് കൊണ്ട് എന്തോ പോലെ. അവരോട് വരട്ടെന്നേ. என்னம்மா இது? லெச்சு சித்து அவங்க ஃப்ரெண்டு வீட்டுக்கு தானே போயிருக்காங்க. அவங்க கட்டாயப்படுத்தினா அங்கேயே சாப்பிடுவாங்க. பின்ன நம்ம கேசு காலேஜ்ல ஏதோ ஃபங்க்ஷன் சொல்லிட்டு தானே போனா, அவனும் லேட் ஆவாங்க. நீங்க அதுக்குள்ள வந்து சாப்பிடுங்கம்மா. പിള്ളേർ ഇവിടെ ഇല്ലെങ്കിലേ എന്തോ പോലെ. ദേ ഇപ്പം തന്നെ കണ്ടില്ലേ, വീടുറങ്ങി. ഞാൻ കിടന്ന് വഴക്കൊക്കെ പറയുമെങ്കിലേ കൊച്ചുങ്ങൾ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്കങ്ങ് ഭയങ്കര വെപ്രാളമാണെന്നേ. അവർ വന്നിട്ട് അവരുടെ കൂടെ ഇരുന്ന് കഴിക്കുമ്പോൾ ഒരു സുഖമൊന്നേ നമ്മൾ തന്നെ ഇരുന്ന് കഴിച്ചാൽ കിട്ടത്തില്ലെന്നേ. அது நீங்க சொன்ன ரொம்ப கரெக்ட் தான் அம்மா. ശേ, പിള്ളേരിത് എവിടെ പോയി കിടക്കുന്നു? அவங்க வருவாங்கம்மா. ഇത് പാരാ, പിള്ളേരാണോ? எடுத்து பாருங்கம்மா. ഹലോ, ആണോ? എവിടെ? എല്ലാരും ഉണ്ടോ? ആ, എന്നാ ശരി. என்னாச்சம்மா? കനകം, നീ പെട്ടെന്ന് പോയൊന്ന് റെഡിയായേ. எதுக்கு? നീ റെഡി ആവ്. சரி.
വരുന്നില്ലേ? വാ. കൊറേ നേരം കേട്ടോ നീ മൂപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് നീ അവിടെ കയറി ഇരിക്കാൻ മര്യാദയ്ക്ക് ഇറക്കണം. ഞാനില്ല. അയ്യോ ഞാൻ ഇറങ്ങൂല. എടാ എന്താണ് നിന്റെ പ്രശ്നം വെള്ളത്തിറങ്ങുന്നതിന്? എന്റെ പൊന്നളെ എനിക്ക് ഇറങ്ങണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ സമ്മതിക്കണ്ടേ. എടാ ആര്? ശനി. ശനിയാ? അളിയാ 7 ശനി. 7 ശനി ഇവൻ എന്തൊക്കെയാ പറയണേ? അളിയാ സംഭവം എന്താന്ന് വെച്ചാല് ഒരാഴ്ച മുമ്പ് നമ്മുടെ അമ്മൂമ്മ എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞ്, മക്കളെടാ നീ വെള്ളത്തിലൊന്നും ഇറങ്ങരുത്, മക്കൾക്ക് 7 ശനിയാണ്, ഒരു 2 ആഴ്ചത്തേന് ഒരിക്കലും നീ വെള്ളത്തിന്റെ അടുത്ത് പോലും പോരുതെന്ന്. എന്നിട്ടും ഞാൻ ഇവിടെ വന്നത് എന്തിനാ? നിങ്ങൾക്ക് വേണ്ടി. അപ്പൊ നീ ഇറങ്ങുന്നില്ല? ഞാനൊന്നുമില്ല. എന്റെ പൊന്നി ചേച്ചി എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ എന്തോ വലുത് വരുമെന്നാ പറഞ്ഞത്. പറഞ്ഞാൽ ഞാൻ എന്തിനാ റിസ്ക് എടുക്കണേ? അളിയാടാ നീയല്ലേടാ ഞങ്ങളെ മുപ്പിച്ച് ഇവിടം വരെ കൊണ്ടുവന്നേ? അളിയന്റെ നൊക്ലാച്ചിക്ക് വേണ്ടി. ഇവനെ പിടിച്ചങ്ങ് വെള്ളത്തിൽ താത്തിയാലോ? വേണ്ട, അമ്മൂമ്മ പറഞ്ഞല്ലേ, ചിലപ്പോ പറഞ്ഞതുപോലെ വലിച്ചാല എന്തെങ്കിലും പറ്റി കഴിഞ്ഞാ പിന്നെ അത് നമ്മളെ തലയിലാവും. എന്തിനാ ആവശ്യമില്ലാണ്ട് ചുമ്മാ സിദ്ധോ. ഞാനല്ലെന്ന് ഇതെന്ത് കഷ്ടമോ നോക്കി. സമയം പോണ്ടേ? 2:20. 5 മിനിറ്റ് 5 മിനിറ്റ് പറഞ്ഞോണ്ട് 1/2 മണിക്കൂറായിട്ടാ ഇത്. അങ്ങോട്ട് വീട്ടിലോട്ട് ചെല്ലുമ്പോഴത്തേനും ചോനത്തല ഭവാനി ഉറഞ്ഞ തുള്ളും, തല ഊരിക്കൊണ്ട് പോവും. ഒന്നാമതേ കള്ളം പറഞ്ഞിട്ടാണ് ഇറങ്ങി വന്നേക്കണത്. അമ്മൂമ്മയാണെങ്കിൽ കണ്ടു കഴിഞ്ഞാ അപ്പൊ തുടങ്ങും, നിങ്ങൾ എവിടെ പോയതാ, കുറെ നേരം ആയില്ലോ പോയിട്ടെന്ന് പറഞ്ഞിട്ട്. എന്താ അത് തന്നെ അമ്മൂമ്മയുടെ കേസ് തന്നെ പറഞ്ഞോണ്ടിരിക്കണത്. ഒരൊറ്റ കാര്യം ഞാൻ പറഞ്ഞേക്കാം, പാറേ അവിടെ വല്ലോം ചെന്നിട്ട് അമ്മൂമ്മ ഞങ്ങൾ തെക്കോട്ട് പോയി വടക്കോട്ട് പോയി കുളിച്ചു എന്ന് വല്ലോ അബദ്ധം പറ്റി പറഞ്ഞ വെട്ടിയെടുക്കും. ഫസ്റ്റ് എന്റെ തലയായിരിക്കും വെട്ടുന്നത്, ആലോചിച്ചോണം കേട്ടല്ലോ. അങ്ങനെ വല്ലതും വന്ന അമ്മച്ചാണ് ഞാൻ ഫസ്റ്റ് അളയേണ്ട കണ്ടക്കിടും. എന്താ ഓടരുത്, ഓടിയാ ഞാൻ ഓടിച്ചിട്ടടിക്കും. നിന്നോട് ഞാൻ എന്തുവായിരുന്നു? ഓടരുത്. ഓടൂല്ല. എങ്ങോട്ടോടാ? ഞാൻ വേറെ വെള്ളത്തിലോട്ടാ. നിന്നോട് ഞാൻ എന്തുവായിരുന്നു പറഞ്ഞത്? നിന്നോട് ഞാൻ എന്തുവായിരുന്നു പറഞ്ഞിരുന്നു? അടിക്കത്തില്ല. നിന്നോട് ഞാൻ എന്തുവായിരുന്നു പറഞ്ഞിരുന്നേ? അത് ഈ മറ്റേ വെള്ളം അല്ലേ, വെള്ളമല്ലേ, വെള്ളത്തിൽ ഇറങ്ങില്ലെന്ന്. ഇല്ല ഞാൻ ഇറങ്ങിട്ടില്ല, സത്യമായിട്ട് ഞാൻ ഇറങ്ങിയിട്ടില്ല. ഞാനിത് പറഞ്ഞാണ്, ഞാൻ വെള്ളത്തിൽ ഇറങ്ങൂലെന്ന്. സമ്മതിക്കണ്ടേ ഈ അളിയനും ലച്ചാച്ചിയും കൂടെ? എന്നെ പൊക്കിയെടുത്തോണ്ട് വന്നതാണ്. മര്യാദക്ക് വന്നോണോ, അല്ലെങ്കിൽ കൈയും കാലും തല്ലി ഒടിക്കും, അല്ലെങ്കിൽ നീയാ കൊണ്ടുവന്നുള്ള കാര്യം അമ്മൂമ്മയടുത്ത് പറഞ്ഞു കൊടുക്കും എന്നൊക്കെ പറഞ്ഞത്. അമ്മൂമ്മേ കുളത്തിലേക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ ഇല്ലാന്ന് പറഞ്ഞതാ, ഇവരെ എന്നെ പൊക്കിക്കൊണ്ട് വന്നേ. ഇങ്ങോട്ട് കയറി വാ. ഞാൻ വരൂല. സിദ്ധുമോനെ കയറി വന്നേ. ഞാനും വരൂല. அம்மா இந்த வடிய கொஞ்சம் கீழே போடுங்கம்மா, அப்ப அவங்க ஏறி வருவாங்க. അമ്മൂമ്മ നീയാ ഇതിന്റെ സൂത്രധാരൻ എനിക്ക് നല്ലപോലെ അറിയാം. വേറൊരു കാര്യം ചോദിച്ചോട്ടെ, കറക്റ്റ് ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടെന്ന് എങ്ങനെ അറിഞ്ഞു? ഇവിടുന്നേ 3-4 കിലോമീറ്ററേ ഉള്ളൂ പടവലത്തോട്ട്. നിങ്ങളെ കണ്ടവരെ എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു ഇവിടെ തുള്ളിച്ചാടുന്നെല്ലാരുടെ. അല്ലേലാണ് നാട്ടുകാരുടെ കാര്യം. ആരൊക്കെ എവിടെയെങ്കിലും കുളിക്കണുണ്ടാന്ന് നോക്കിക്കൊണ്ട് അടയ്ക്കാണ്. എവിടെ വേണം ഫസ്റ്റ് പിടിച്ചടിക്കാളിയാ. ഭവാനിയേ എന്തോ എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ? നല്ല ചൂട്, വെള്ളത്തിനാണെങ്കിൽ നല്ല തണുപ്പ്. വേണമെങ്കിൽ 2 റൗണ്ട് നീന്തിയിട്ട് വരാം. ഇറങ്ങുന്നോ? ഞാനെങ്ങും ഇല്ലെന്നേ. നിറനാഴി പൊന്നി മണലാരിൽ നെല്ലി മണ്ണ് തെളിയുന്നേ. ഓ തെളിമിന്നൽ തേടി മറുകണ്ഠം പൂട്ടി മനസ്സും കുളിരുന്നേ. പാടത്തെ പകൽ വരമ്പി പനയോലക്കാടിന്റെ കുടത്തണലി. പച്ചപ്പാടത്തെ പകൽ വരമ്പി പനയോലക്കാടിന്റെ കുടത്തണലി. കതിരെല്ലാം കൊയ്തും വെയിലറ്റും പേർത്തും കളമെല്ലാം നിറയ്ക്കാലും. ഓ